അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് ധാരാളം പേരാണ് ഇന്ന് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഗോൾഡ് ഫിസിക്കലായിട്ട് ഗോൾഡ് മേടിച്ച് വയ്ക്കുന്നവരുണ്ട്, പല ഗോൾഡ് പ്ലാൻസിലൊക്കെ ജോയിൻ ചെയ്യുന്നവരുണ്ട്. നമുക്കറിയാം ഗോൾഡ് ഓരോ ദിവസവും അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്. ഇത്തരത്തിൽ നോക്കുമ്പോൾ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇപ്പോൾ ആളുടെ ഒരു എമൗണ്ട് ഉണ്ട് SIP ആയിട്ടോ ലംസ് ആയിട്ടോ ചെയ്യുമ്പോൾ ഒരു പോർഷൻ നമുക്ക് ഗോൾഡിലേക്ക് മാറ്റാൻ പറ്റും. പിന്നെ എന്താ കാരണം വെച്ചാൽ ഇത്രയും കാലമായിട്ട് ഗോൾഡ് എന്ന് പറഞ്ഞൊരു അസറ്റ് ആൾക്കാർ അധികം ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ട് ഗോൾഡ് പോർട്ട്ഫോളിയോ ഇല്ലാത്ത ആൾക്കാർ. പക്ഷേ ചില ആൾക്കാർ നമ്മൾ അറിയാതെ തന്നെ ഇപ്പം പണ്ടൊക്കെ വീട്ടിൽ നമ്മൾ അച്ഛനും അമ്മയും അല്ല മുത്തശ്ശിയൊക്കെ ഗോൾഡ് വാങ്ങിക്കുന്നത് കണ്ടിട്ട് അങ്ങനെ പർച്ചേസ് ചെയ്ത ആൾക്കാരുണ്ട്. അവർക്കും റിട്ടേൺസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഗോൾഡിന് MF ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഇവർക്ക് മേക്കിംഗ് ചാർജസും അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല, ടാക്സ് കൊടുക്കേണ്ട, അങ്ങനത്തെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ അത് മാത്രമല്ല ഗോൾഡിന് നോക്കുവാണെങ്കിൽ ഗോൾഡ് കഴിഞ്ഞ ഒരു കൊല്ലം മാത്രം ഏകദേശം 40-45% ഗ്രോത്ത് ഗോൾഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് മാത്രമല്ല മ്യൂച്വൽ ഫണ്ട്സ് അസോസിയേറ്റഡ് വിത്ത് ഗോൾഡ് ചിലതൊക്കെ കഴിഞ്ഞ കൊല്ലം കൊണ്ട് 100% ഗോൾഡ് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് ഭയങ്കര അഡ്വാൻറ്റേജ്. അത് നമുക്ക് വേറെ എവിടെയും ഇത്ര റിട്ടേൺസ് കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ഒരു ഫണ്ടും കൊടുത്തിട്ടില്ല. അപ്പം നേരത്തെ നിർമ്മല ചോദ്യത്തിന് ഗോൾഡിൽ അവർക്ക് SIP ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ കസ്റ്റമേഴ്സിനോട് പറയാറുള്ളത് നമ്മളൊരു 10-20% ഗോൾഡിൽ വെക്കണം, നമ്മൾ അലോക്കേറ്റ് ചെയ്യണം നമ്മൾ പറയാറുള്ളത്. അത് മാത്രമല്ല പിന്നെ ചില ആൾക്കാരുണ്ട് ഭയങ്കര വോളറ്റൈലായിട്ട് കളിക്കുന്ന ആൾക്കാരുണ്ട്. അവർ 100% അലോക്കേറ്റ് ചെയ്യുന്നുണ്ട് ഗോൾഡിൽ. ചിലപ്പോൾ ഒരു 3-4 മാസം കഴിഞ്ഞാൽ ചിലപ്പോൾ ഗോൾഡിൽ ഡിപ്പ് വരാം. നോബഡി നോസ്, നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ ഹാവിങ് സെഡ് ദാറ്റ് അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഗോൾഡ് എന്ന് പറയുന്നത് ശരിക്കും ഒരു നല്ലൊരു അസറ്റാണ് നമുക്ക് കീപ്പ് ചെയ്യാൻ. പിന്നെ നിർമ്മല ചോദിച്ചാൽ അടുത്ത ചോദ്യത്തിന് നമ്മൾ വൺ ടൈം ചെയ്യാൻ പറ്റുമോ? ഒബ്വിയസ്ലി, കാരണം നമുക്ക് വൺ ഷോട്ടിലും ചെയ്യാൻ പറ്റും, SIP-ലും ചെയ്യാം, ഡിഫറെന്റ് മോഡ്സിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഗോൾഡിൽ ശരിക്കും നല്ല എക്സ്പോഷർ എടുക്കുന്ന ആൾക്കാർ ഒബ്വിയസ്ലി ഷുഡ് മേക്ക് എ ലോട്ട് ഓഫ് മണി ഇൻ ദ ലോങ് ടേം. ഈ അടുത്ത് ഞാൻ ധാരാളം വീഡിയോ സിസ്റ്റമാറ്റിക് വിഡ്രോവലിനെ കുറിച്ച് ചെയ്യേണ്ടായി. അത് ബേസിക്കലി ഒരു റിട്ടയർമെന്റ് പ്ലാൻ ആണ്. അപ്പോൾ ആളുകൾ ഒരു വലിയ കോർപ്പസ് ബിൽഡ് ചെയ്യാനായിട്ട് അവർ ഏതൊക്കെ രീതിയിൽ പ്ലാൻ ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 35-ലോ 40-ലോ 45-ലോ ഒക്കെ നിൽക്കുന്ന ആളുകൾ അവരുടെ കയ്യിൽ ഇപ്പോൾ ജനറേറ്റഡ് ആയിട്ട് ഒരു വെൽത്തും ഇല്ലാത്ത പലരും എനിക്കറിയാം. അപ്പോൾ അവരൊരു SIP തുടങ്ങിയിട്ട് എങ്ങനെ ഒരു റിട്ടയർമെന്റ് പ്ലാൻ ചെയ്യാൻ സാധിക്കും?